വാർത്തയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട്ടെ ബിജെപിയിൽ കടുത്ത വിഭാഗീയത എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കേരളത്തിലെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയതയുടെ ഒരു കൂടാരമാണ്. കാരണം ബിജെപിക്കാർ തന്നെ കളിയാക്കുന്നത് KJP എന്നാണ്. അതായത് ദേശീയ ബിജെപിയുമായി ബന്ധമൊന്നുമില്ലാത്തൊരു പാർട്ടി കേരള JP ആണ് എന്നുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ പിടിമുറുക്കാനായിട്ട് C. കൃഷ്ണകുമാർ വിഭാഗം പ്രവർത്തനം തുടങ്ങിയെന്നാണ് പറയുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവരെ ഒഴിവാക്കി PT ഉഷയെ കൊണ്ട് 2 പരിപാടികൾ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. കൃഷ്ണകുമാർ വിഭാഗത്തിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ BJP സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകി. പാലക്കാട് നഗരസഭയിലെ കൊപ്പം വാർഡിലെ ബയോമെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടന പോസ്റ്ററാണിത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, ഭാര്യയും വാർഡ് കൗൺസിലറുമായ മിനി കൃഷ്ണകുമാറിന്റെയും ഫോട്ടോ കാണാം. നഗരസഭയുടെ സ്ഥാപനമായിട്ടും പരിപാടിയിലേക്ക് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാനും BJP സംസ്ഥാന ട്രഷററുമായ E. കൃഷ്ണദാസ് എന്നിവരെ ക്ഷണിച്ചതുപോലുമില്ല. കടുത്ത ഗ്രൂപ്പിസമാണ് നടത്തുന്നതെന്ന ബോധ്യം മിനി കൃഷ്ണകുമാറിന്റെ വാക്കുകളിൽ വ്യക്തം. എനിക്കറിയില്ല എന്തിനാണ് ഇത്രയും അധികം ചാനലുകാർ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ ഒരു ലാബ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത്. ചെട്ടിത്തെരുവ് വാർഡിലെ വിജയലക്ഷ്മി എന്ന കൗൺസിലറുടെ വാർഡിലെ അംഗൻവാടി ഉദ്ഘാടനവും രാജ്യസഭാ MP PT ഉഷ തന്നെയാണ് നിർവഹിച്ചത്. C. കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ളവരും പരിപാടിയിൽ നിറഞ്ഞു നിന്നു. നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എന്നിവരെ പൂർണ്ണമായും ഒഴിവാക്കി. നഗരസഭയുടെ പരിപാടികളിൽ നിന്നും നഗരസഭ ഭരിക്കുന്നവരെ ഒഴിവാക്കിയതിനെതിരെ BJP സംസ്ഥാന നേതൃത്വത്തിന് നഗരസഭാ അധ്യക്ഷ പരാതി നൽകി. PT ഉഷ MPയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് 2 പദ്ധതികളും നടപ്പിലാക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനുണ്ട്. സാജിദ്, ഇപ്പോൾ അവർ പറയുന്നത് കേട്ടു, ഇത് ചെറിയൊരു ലാബിന്റെ പരിപാടിയാണ്, എന്തിനാണ് ഈ ചാനലുകാരൊക്കെ ഇവിടെ വന്നത് എന്നുള്ളത്. പക്ഷേ ചെറിയ ലാബിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് രാജ്യസഭാ MP PT ഉഷയാണ്. അപ്പോൾ അവർ പറഞ്ഞതിനെ അവിടെ തന്നെ ആ ഉദ്ഘാടകയുടെ പേര് തന്നെ അത് ഖണ്ഡിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് പാലക്കാട് BJPയിലെ പ്രശ്നം? ജിൽസി, ഗുഡ് മോർണിംഗ്. പാലക്കാട്ടെ BJPയിൽ ഒരു തരത്തിലുള്ള സമാനതകളുമില്ലാത്ത തരത്തിലുള്ള ഗ്രൂപ്പിസം അങ്ങ് പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യക്ഷ കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. നൗഫൽ സൂചിപ്പിച്ച പോലെ രാജ്യസഭാ MP PT ഉഷയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന 2 പദ്ധതികളാണ്. ഒന്ന് ഈ പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ചെട്ടി അങ്ങാടിയിലുള്ള അംഗൻവാടി ഉദ്ഘാടനം. മറ്റൊന്ന് C. കൃഷ്ണകുമാറിന്റെ ഭാര്യയും നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി കൃഷ്ണകുമാറിന്റെ വാർഡിലുള്ള ഒരു ലാബിന്റെ ഈ നിർമ്മാണ ഉദ്ഘാടനം. ഈ 2 പരിപാടികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇതിലേക്ക് 2 ഈ PT ഉഷ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതി എന്ന് മാത്രമല്ല, അത് നഗരസഭയുടെ കീഴിലാണ് ഈ 2 സ്ഥാപനങ്ങളും വരിക. ഇതിലേക്ക് ഈ BJP തന്നെ ഭരിക്കുന്ന നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന് ക്ഷണമില്ല. ഈ നഗരസഭാ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാനത്തെ ഏക ട്രഷറർ കൂടിയായ E. കൃഷ്ണദാസാണ്. ഈ കൃഷ്ണദാസിനും ക്ഷണമില്ല എന്ന് മാത്രമല്ല, നഗരസഭയിലെ പദ്ധതി ഉദ്ഘാടനമാകുമ്പോൾ സ്വാഭാവികമായും നഗരസഭാ സെക്രട്ടറിയും മറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ഇവർക്കോ നഗരസഭയിലെ മറ്റ് ജനപ്രതിനിധികൾക്ക് ഒന്നും തന്നെ ക്ഷണമില്ലാതെ ഈ C. കൃഷ്ണകുമാറും മിനി കൃഷ്ണകുമാറും ഇവരെ പിന്തുണയ്ക്കുന്ന കുറച്ച് BJP പ്രവർത്തകരും BJPയുടെ ജില്ലാ പ്രസിഡന്റും അടക്കമുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഇതിൽ മറുവിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. കാരണം ഈ നഗരസഭ ഭരിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് ശരിയായ നടപടിയല്ല. അത് ഒരിക്കലും ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടി അത് ഈ ജനപ്രതിനിധികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് കാണിച്ച് രാജീവ് ചന്ദ്രശേഖരനെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഫോണിൽ വിളിച്ച് പരാതി അറിയിക്കുകയും രേഖാമൂലം നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. ഈ കഴിഞ്ഞ 2 തവണയും BJP ഭരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ ഉണ്ടായിരുന്നത് ഈ വനിതാ സംവരണമായിരുന്നു നഗരസഭാ അധ്യക്ഷന്റേത്. അത് പിടിക്കുക എന്നുകൂടിയാണ് C. കൃഷ്ണകുമാർ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയുടെ പോര് വലിയ തോതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിൽസി, ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.